നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർകോട്ട് വീണ്ടും കഞ്ചാവ് വേട്ട. 3.5 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. വരമ്പത്ത് കൂലി എന്നത് CPM-ന്റെ മാത്രം നയമാണോ എന്ന് കോടിയേരി വ്യക്തമാക്കണമെന്ന് BJP നേതാവ് V. മുരളീധരൻ. LDF സർക്കാർ സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമാണെന്ന് മുരളീധരൻ. അതിവേഗ റെയിൽപാത. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ. ഇനി ആരും ഇരുട്ടിൽ കഴിയരുത്. വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ വെളിച്ചമെത്തിക്കുക എന്ന ദൗത്യവുമായി KSEB. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ. പണിമുടക്കിൽ പങ്കെടുക്കാതെ CITU. വ്യാജ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും യഥേഷ്ടം നിർമ്മിച്ചു നൽകുന്നത് കാഞ്ഞങ്ങാട്ടെ ട്രാവൽ ഏജൻസിയുടെ മറവിൽ. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ത്രികോണ മത്സരം നടക്കുന്ന ഉദുമയിലെ ഫലം പ്രവചനാതീതം. വാർത്തയിൽ വിശദമായി. കാറിൽ കടത്തുകയായിരുന്ന 3.5 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ബേക്കൽ സ്വദേശി ഇബ്രാഹിം ഖലീൽ, ബേഡകം സ്വദേശി അസീസ് എന്നിവരെയാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ്. വിദേശത്തേക്ക് കടത്താനായി കൊണ്ടുപോവുകയായിരുന്നു 3.5 കിലോയോളം വരുന്ന കഞ്ചാവ്. ലക്ഷക്കണക്കിന് രൂപയാണ് വിദേശത്തെത്തിയാൽ ഇതിന് ലഭിക്കുന്നത്. പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം വെച്ചാണ് ഇവരെ പിടികൂടിയത്. അടുത്ത കാലത്തായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവടക്കമുള്ള നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വെച്ച് 3 മാസത്തിനിടെ പിടികൂടിയ പാൻ മസാലകളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കർണാടക RTC ബസ്സുകളിലൂടെയാണ് ഇവ ജില്ലയിലെത്തിക്കുന്നത്. കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ മുമ്പും കഞ്ചാവ് വിദേശത്തേക്ക് കടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന പരിശോധന നടത്തിയത്. മംഗലാപുരം എയർപോർട്ട് വഴി കടത്താനായിരുന്നു ഇവരുടെ ശ്രമം. കഞ്ചാവ് കടത്തുന്ന ടീമിൽ 3 പേരുണ്ടായിരുന്നുവെങ്കിലും 2 പേരെ മാത്രമേ പിടികൂടാനായുള്ളൂ. ബണ്ടിച്ചാലിലെ ഉമ്മർ ഫറൂഖ് ഓടി രക്ഷപ്പെട്ടു. ഫറൂഖിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കാറിൽ കഞ്ചാവ് കൊണ്ടുവരുന്നുള്ള രഹസ്യ വിവരം കിട്ടിയിട്ടാണ് ഇന്നലെ പോലീസ് പരിശോധന നടത്തിയത്. ഇന്നലെ വൈകുന്നേരം 6:30 ആണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രരി ജംഗ്ഷനിൽ കാറ് തടഞ്ഞു നിർത്തുകയും അതിൽ ഉണ്ടായിരുന്ന 3 ആളുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ ഇന്നലെ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓടി രക്ഷപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3.5 കിലോയോളം കഞ്ചാവാണ് കാറിൽ നിന്ന് കിട്ടിയത്. ഇത് ഗൾഫിലേക്ക് കടത്തുന്നതിന് വേണ്ടി കൊണ്ടുപോയതാണ്. അത് നിരവധി തവണ ഇതേ സംഘം ഗൾഫിലേക്ക് കടത്തുന്നതായിട്ട് നമുക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പ്രിൻസിപ്പൽ SI രഞ്ജിത്ത് രവീന്ദ്രൻ, വിദ്യാനഗർ SI P. അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് രാത്രി 11:30 ജെറ്റ് എയർവേയിൽ കൊണ്ടുപോകാനാണ് കഞ്ചാവ് കടത്തിയതെന്ന് അറസ്റ്റിലായവർ അറിയിച്ചു. വരമ്പത്ത് കൂലി എന്നത് CPIM മാത്രം നടപ്പിലാക്കേണ്ടതാണോ എന്ന് കോടിയേരി വ്യക്തമാക്കണമെന്ന് BJP നേതാവ് V. മുരളീധരൻ കാസർകോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരി പറയുന്നത് വയലത്തെ പണിക്ക് വരമ്പത്ത് കൂലി കിട്ടും. ഞങ്ങളും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. മനോജിൻ്റെ വധത്തിന് ശേഷം അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നലെ ഈ ജയരാജൻ വന്നിട്ട് ഈ പ്രസംഗം നടത്തുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എല്ലാവരും നടപ്പിലാക്കേണ്ടതാണോ അത് അവർ മാത്രം നടപ്പിലാക്കുന്നതാണോ? അവർ ജനങ്ങളോട് പറയുന്നതാണ് തന്നെയാണോ നടപ്പിലാക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറയുന്നതൊന്ന്, നടപ്പിലാക്കുന്നത് വേറെ. അപ്പോൾ ഇതിൽ ഈ ഇരട്ടത്താപ്പിൽ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ന് കോടിയേരി പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി പിണറായി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. LDF സർക്കാർ എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയമാണെന്ന് BJP നേതാവ് V. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. BJP ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ധനകാര്യമന്ത്രിയായി ഡോക്ടർ തോമസ് ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ഉപദേഷ്ടാവിനെ നിയമിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് ധനമന്ത്രിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണെന്ന് V. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഈ ഗവൺമെന്റ്
ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട്, മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ഗീത ഗോപിനാഥ് എന്ന പേരുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയെ നിയമിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. CPM കേന്ദ്ര നേതൃത്വവും ആസൂത്രണ ബോർഡ് മുൻ ഉപാധ്യക്ഷനുമായ പ്രഭാത് പട്നായിക് അടക്കമുള്ളവർ രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണെന്നും മുരളീധരൻ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, P രമേശ്, മടിക്കൈ കമാരൻ, സഞ്ജീവ ഷെട്ടി എന്നിവർ സംസാരിച്ചു. അതിവേഗ റെയിൽപാതയിൽ കാസർഗോഡിനെ അവഗണിച്ച നടപടിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ നടത്തിയത്. കേരളത്തിൽ സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ അതിവേഗ റെയിൽപാത പദ്ധതിയിൽ ജില്ലയെ ഉൾപ്പെടുത്തണമെന്നും മംഗലാപുരം വരെ പാത ദീർഘിപ്പിക്കണമെന്നും ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിവേഗ റെയിൽപാതയുടെ പ്രൊജക്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്ന സമയത്ത് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ ലേഖനങ്ങൾ വന്നു. ആ സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൊജക്ട് കൺസൾട്ടൻസി ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കൊക്കെ ഒരു ബുക്ക്ലെറ്റ് അയച്ചിട്ടുണ്ടായി. അതിനകത്ത് ഇത് ഒരു തരത്തിലും പ്രകൃതിക്ക് ദോഷം വരാത്ത കേരളം ആഗ്രഹിക്കുന്ന, കേരളം കാത്തിരിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ബുക്ക്ലെറ്റ് ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രോജക്ട് കൺസൾട്ടൻസിയുടെ നടപടിയിൽ കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കർമ്മസമിതി ചെയർമാനായി NA നെല്ലിക്കുന്ന് MLAയെയും ജനറൽ കൺവീനറായി GB വത്സനെയും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ഓമന രാമചന്ദ്രൻ, ബി ഫാത്തിമ ഇബ്രാഹിം, MT അബ്ദുൾ ജബ്ബാർ, രവീന്ദ്രൻ രാവണേശ്വരം, മാഹിൻ കേളോട്ട്, AK ശ്യാമപ്രസാദ്, MO വർഗീസ്, സണ്ണി ജോസഫ് എന്നിവർ സംസാരിച്ചു. എല്ലാ വീട്ടിലും വൈദ്യുതി എന്ന പദ്ധതിയുമായി KSEB. ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ലാത്ത വീടുകളിൽ വെളിച്ചമെത്തിക്കുക എന്ന ദൗത്യം അതിവേഗം പൂർത്തിയാക്കുക എന്നതാണ് KSEBയുടെ ലക്ഷ്യം. ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ലാത്ത വീടുകളിൽ കൂടി ആഹ്ലാദത്തിന്റെ വെളിച്ചമെത്തിക്കുക എന്ന ഊർജിത പദ്ധതിയാണ് KSEB നടപ്പാക്കുന്നത്. ഗ്രാമാന്തരങ്ങളിലും മറ്റു ദിക്കുകളിലും വൈദ്യുതി പോലുമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുടെ കണക്കെടുക്കാൻ പഞ്ചായത്തുകളോടും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ലഭിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾ പഞ്ചായത്തുകൾ രജിസ്റ്റർ ചെയ്യണം. ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കിട്ടിയ ശേഷം എസ്റ്റിമേറ്റ് കണക്കാക്കും. 2017 പദ്ധതി പൂർത്തിയാക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ പറഞ്ഞു. കേരള സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് 100% ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. അതായത് ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ ഫേസ് 3 ആണ്. ഇതിൽ എല്ലാ വീട്ടിലേക്കും മാർച്ച് 2017 ആകുമ്പോഴും എല്ലാ വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൽ വൈദ്യുതി എത്താത്ത ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് സർവേ നടത്തുകയും അതിൻ്റെ ഒരു കണക്കെടുക്കുകയും ആ എല്ലാ വീട്ടിലേക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇതിലെടുക്കുന്നത്. ഏതെങ്കിലും ഭാഗങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സോളാർ സംവിധാനത്തിലൂടെ അവിടെയും വൈദ്യുതി എത്തിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂട്ടിച്ചേർത്തു. നാട് ഏറെ പുരോഗതി നേടിയിട്ടും ഇന്നും വൈദ്യുതിയില്ലാത്ത വീടുകൾ ഉണ്ടാകുന്നത് ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ KSEBയുടെ പുതിയ പദ്ധതി പരക്കെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്കിയത്. എന്നാൽ CITU പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നു. ടാറിംഗ് നടത്തി 3 മാസത്തിനുള്ളിൽ MG റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുക, ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ട്രാഫിക് പരിഷ്കരണം വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായി പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിയ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് പണിമുടക്കിയത്. AITUC, INTUC, STU, BMS എന്നീ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. CITU വിഭാഗത്തിൽപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തില്ല. അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ച പശ്ചാത്തലത്തിലാണ് CITU പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നത്.
കാഞ്ഞങ്ങാട് വ്യാജ പാസ്പോർട്ടുകളും കൃത്രിമ സർട്ടിഫിക്കറ്റുകളും നിർമ്മിച്ചു കൊടുക്കുന്ന കേന്ദ്രം കണ്ടെത്തി. സ്ഥാപന നടത്തിപ്പുകാരൻ കൊളവയിലെ അബ്ദുറഹ്മാനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. ട്രാവൽ ഏജൻസിയുടെ മറവിൽ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആളുകൾക്ക് വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന കേന്ദ്രം കാഞ്ഞങ്ങാട്ട് കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ വ്യാജ പാസ്പോർട്ടുകളും കമ്പ്യൂട്ടറുകളും കൃത്രിമ സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തു. ഇതിനിടെ സ്ഥാപന നടത്തിപ്പുകാരൻ മുങ്ങുകയായിരുന്നു. കാഞ്ഞങ്ങാട്ടെ ന്യൂ വേൾഡ് ട്രാവൽ ഏജൻസിയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. നടത്തിപ്പുകാരൻ കൊളവയിലെ അബ്ദുറഹ്മാനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. സ്ഥാപനം പോലീസ് പൂട്ടി സീൽ ചെയ്തു. ചന്ദേര സ്വദേശി യൂസഫിന്റെ പാസ്പോർട്ടിൽ പിതാവിന്റെ പേരു ചേർക്കാൻ നൽകിയ ഓൺലൈൻ അപേക്ഷയിന്മേൽ നടത്തിയ അന്വേഷണമാണ് കാഞ്ഞങ്ങാട്ടെ തട്ടിപ്പു കേന്ദ്രത്തിൽ എത്തിച്ചത്. ഈ അപേക്ഷയ്ക്കൊപ്പം യൂസഫിന്റെ വിദ്യാഭ്യാസ രേഖയുടെ പകർപ്പും നൽകിയിരുന്നു. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കൃത്രിമമാണോ എന്ന സംശയമാണ് അന്വേഷണത്തിന് വഴിവെച്ചത്. ഈ സംശയം ശരിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യൂസഫിനെ പിടികൂടി ചന്ദേര പോലീസ് ചോദ്യം ചെയ്തു. കാഞ്ഞങ്ങാട്ടെ ന്യൂ വേൾഡ് ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് പാസ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് യൂസഫ് മൊഴി നൽകുകയായിരുന്നു. 35 വ്യാജ പാസ്പോർട്ടുകൾ, നിരവധി കൃത്രിമ സർട്ടിഫിക്കറ്റുകൾ, അന്യസംസ്ഥാനക്കാരുടേതും കേരളത്തിലെ മറ്റ് ജില്ലക്കാരുടെയും തിരിച്ചറിയൽ കാർഡുകളും കണ്ടെത്തി. ഇതിൽ മിക്ക ആളുകളും മരിച്ചവരോ നാട്ടിലില്ലാത്തവരോ ആണെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. IT ആക്ട് ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 6 വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ പിടിക്കാൻ ശക്തമായ അന്വേഷണം നടക്കുന്നതായി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് 72 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കും. ഇതിനായി 316 പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ബൂത്തുകളിൽ റാമ്പ്, കുടിവെള്ളം, വൈദ്യുതി, ടോയ്ലറ്റ് എന്നിവ ഒരുക്കും. ഉദുമ ഗ്രാമപഞ്ചായത്തിൽ 21ഉം പള്ളിക്കരയിൽ 8ഉം ചെമ്മനാട് 7ഉം വാർഡുകളാണ് നിയോജക മണ്ഡല പരിധിയിൽ ഉൾപ്പെടുന്നത്. 24,475 പുരുഷന്മാരും 27,460 സ്ത്രീകളും ഉൾപ്പെടെ 51,935 വോട്ടർമാരാണ് ഉദുമ ഡിവിഷനിലുള്ളത്. ഇവരിൽ 12,642 പുരുഷന്മാരും 15,170 സ്ത്രീകളും ഉൾപ്പെടെ 27,819 വോട്ടർമാരാണ് ഉദുമയിലുള്ളത്. പള്ളിക്കരയിൽ 6,121 പുരുഷന്മാരും 6,393 സ്ത്രീകളും ഉൾപ്പെടെ 12,514 വോട്ടർമാരാണുള്ളത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ 5,705 പുരുഷന്മാരും 5,897 സ്ത്രീകളും ഉൾപ്പെടെ 11,602 പേരാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സമ്മതിദായകർ. ജൂലൈ 28-നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 29-ന് വോട്ടെണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതേസമയം പോളിംഗ് സ്റ്റേഷനുകളായ സ്ഥാപനങ്ങൾക്ക് ജൂലൈ 27, 28 തീയതികളിൽ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അറിയിച്ചു. വിദ്യാനഗർ പോലീസ് ശുഭയാത്ര എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇതിന്റെ ഭാഗമായി വീഡിയോ പ്രദർശനവും നടന്നു. ചൊവ്വാഴ്ച 2:30-നായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. DCRB DYSP K ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടി നല്ല നിലയിൽ പരീക്ഷ പാസ്സായാൽ രക്ഷിതാവ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക. അതിനർത്ഥം സ്വന്തം രക്ഷിതാവിനെ സ്വന്തം കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും ആവശ്യപ്പെടുന്നതും ബൈക്കാണ്. അപ്പോൾ സ്വന്തം ജീവനെ പോലും ഇതിനെക്കുറിച്ച് പോലും ആശങ്കയില്ലാത്ത ആളുകൾ, കുട്ടികൾ. അപ്പോൾ രണ്ടു കൂട്ടർക്കും, രക്ഷിതാവിനും കുട്ടികൾക്കും മക്കളുടെയും സ്വന്തം ജീവൻ ആശങ്കയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പോലീസാണ്. വിദ്യാനഗർ SI KV പ്രമോദൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഫറൂഖ് ക്ലാസ് എടുത്തു. P അജിത് കുമാർ, പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ലഹരി ബോധവൽക്കരണ ക്യാമ്പയിനുമായി കിങ് സ്റ്റാർ ഏരിയപ്പാടി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കലാ കായിക മികവിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയ ഏരിയപ്പാടി കിങ് സ്റ്റാർ ക്ലബ്ബ് പ്രവർത്തകർ ഇപ്പോൾ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്കൂൾ മുറ്റങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ലഹരി ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ലഹരിയുടെ തിന്മകളെക്കുറിച്ചും അതുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ചും പുതിയ അവബോധം പകരുവാനായി ലഹരി ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന പരിപാടി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി ചായന്റടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി എന്ത് മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ഉപയോഗിച്ച് ചെറിയ വർഷങ്ങൾ കൊണ്ട്
അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് നാം നീങ്ങുന്നത്. വിദ്യാനഗർ സർക്കിൾ ഇൻസ്പെക്ടർ KV പ്രമോദൻ മുഖ്യ അതിഥിയായിരുന്നു. അപ്പോൾ നമ്മളൊരു തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിയമം ധരിച്ചിട്ട് പോകുമ്പോൾ, അതിന് നിയമവിരുദ്ധമായിട്ട് പോകുമ്പോൾ ഒരുപാട് അപകടങ്ങളിലാണ് ചെന്നെത്തുന്നത്. ഒട്ടനവധി വിദ്യാർത്ഥികളാണ് ഇതുപോലെ 2 വീലേഴ്സിലൊക്കെ പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടത് വലിയൊരു അപകടങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിർത്താതെ കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പം ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് കാലൊക്കെ വെച്ച് കൈ വെച്ചൊക്കെ കുത്തിയിട്ടൊക്കെ പോവാം. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ പോലീസിൻ്റെ ഇടയിലോ മറ്റു നിയമത്തിൻ്റെ മുമ്പിൽ തൽക്കാലം രക്ഷപ്പെടുകയല്ലാതെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല. വലിയ അപകടങ്ങളിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മാത്യു കുര്യൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് ലൈസൻസ് ഓഫീസർ NG രഘുനാഥൻ, എക്സൈസ് CI മധുസൂദനൻ പിള്ള എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസ്സിനു നേതൃത്വം നൽകി. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. സിദ്ദിഖ് പുളിൻ്റെടിക്കൽ, A ബഷീർ, മുഹമ്മദ് കുഞ്ഞി ഏരിയപ്പാടി, ബദ്രുദ്ദീൻ, ഔഫ് ഏരിയപ്പാടി, YA കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 9കാരിയെ പീഡിപ്പിച്ച കേസിൽ പിതാവിന് 10 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അഡീഷണൽ ആൻഡ് ജില്ലാ സെഷൻസ് കോടതി 1 ശിക്ഷ വിധിച്ചത്. 2015 ജൂൺ 7 പ്രതി 9കാരിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ്. 10 വർഷം കഠിന തടവും 20,000 രൂപ പിഴയുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം ശിക്ഷ കൂടുതലായി അനുഭവിക്കണം. ഇരിയ കാട്ടുമാടം ടോമി തോമസിനെയാണ് അഡീഷണൽ സെഷൻസ് കോടതി 1 ശിക്ഷിച്ചത്. സ്കൂളിൽ പോകുന്നതിനിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച പെൺകുട്ടി അധ്യാപികയോടാണ് പീഡനകാര്യം വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോമി തോമസിനെതിരെ പീഡനത്തിന് കേസെടുത്തത്. അഡീഷണൽ ആൻഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സനിൽകുമാറാണ് ശിക്ഷ വിധിച്ചത്. വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്നാരോപിച്ച് ഉപ്പളയിൽ വിദ്യാർത്ഥികൾ ബസ്സിന് കേടുപാട് വരുത്തി. കാസർഗോഡ് തലപ്പാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിന് നേരെയാണ് വിദ്യാർത്ഥികൾ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജനപ്രിയ ജംഗ്ഷനിലാണ് വിദ്യാർത്ഥികൾ ബസ്സിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തത്. കാസർഗോഡ് തലപ്പാടി റൂട്ടിലോടുന്ന മെഹബൂബ ബസ്സിന് നേരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും കയറ്റിയില്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞത്. മഞ്ചേശ്വരം പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളെ മാറ്റിയത്. തലപ്പാടിയിൽ നിന്നും കാസർഗോഡേക്ക് വരികയായിരുന്നു ബസ്. ഈ റൂട്ടിലോടുന്ന മറ്റ് സ്വകാര്യ ബസ്സുകളും വിദ്യാർത്ഥികളെ കയറ്റാൻ വിമുഖത കാട്ടുന്നത് പതിവാണ്. കല്ലെറിഞ്ഞ് ഗ്ലാസ് തകർത്ത വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. നീലേശ്വരം പള്ളിക്കരയിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടത്തി. സമഗ്ര ആരോഗ്യ ശുചിത്വം വനിതകളിലൂടെ എന്നതായിരുന്നു വിഷയം. വാർഡ് ആരോഗ്യ ശുചിത്വ സമിതി, പീപ്പിൾസ് റീഡിംഗ് റൂം, വനിതാവേദി, ആരോഗ്യവകുപ്പ് എന്നിവരായിരുന്നു സംഘാടകർ. പകർച്ചവ്യാധികൾ എന്നും മനുഷ്യ സമൂഹത്തിന് ദുരിത വിഷയം തന്നെയാണെന്നും ഇതിന് പരിഹാരം മികച്ച ആരോഗ്യശൈലിയാണെന്നും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് വലിയ പങ്കിടുന്നുമുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം പള്ളിക്കരയിൽ സമഗ്ര ആരോഗ്യ ശുചിത്വം വനിതകളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. നീലേശ്വരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം 68%, ഇന്ത്യയിലെ 68% ആൾക്കാർ, കുട്ടികൾ അനീമിയായിട്ട് ഉയർച്ചാ രോഗം പിടിപെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയൊരു ശതമാനം, പകുതിയിൽ കൂടുതൽ ആൾക്കാർ അനീമിക്കാണ്. അനീമിയ എന്ന് പറയുമ്പോൾ ഉയർച്ച, അതായത് ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ കുട്ടികൾ ചിലപ്പം പഠിത്തത്തിൽ ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ അവർക്ക് ക്ഷീണത്തിൽ ഇരിക്കുന്ന കാണാം. ആരോഗ്യവകുപ്പ്, നഗരസഭ 18-ാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതി, പള്ളിക്കര പീപ്പിൾസ് റീഡിംഗ് റൂം, വനിതാവേദി എന്നിവരായിരുന്നു സംഘാടകർ. 18-ാം വാർഡ് കൗൺസിലർ KV ഉഷ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പ്രിയ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ, 17-ാം വാർഡ് കൗൺസിലർ KV രാധ, ഹെൽത്ത് സൂപ്പർവൈസർ K ശംഭു എന്നിവർ സംസാരിച്ചു. JJ K സരസ്വതി സ്വാഗതവും വനിതാവേദി സെക്രട്ടറി TV സിന്ധു നന്ദിയും പറഞ്ഞു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്നു. 2017 ജനുവരി 7 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായുള്ള ധനസമാഹരണം തുടങ്ങി. തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ചില പുരാതനമായ ചരിത്ര സത്യസംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പ്രദേശം, ഈ
ക്ഷേത്രത്തിന് ഓർമ്മിക്കാനും ആദരിക്കാൻ കഴിയുന്ന ഒരുപാട് പൂർവ്വകാല സൗഭാഗ്യങ്ങളുണ്ട്. EV കൃഷ്ണൻ അന്ത്യതിരിയൻ ഭദ്രദീപം തെളിയിച്ചതോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CJ ജയകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ K നാരായണൻ വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കരിവള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ മുഖ്യാതിഥിയായി. കരിവള്ളൂർ വലിയച്ഛൻ പ്രമോദ് കോമരം, PV നാരായണൻ കോമരം എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ട്രഷറർ K രാഘവൻ മാസ്റ്റർ, ക്ഷേത്രം കോയ്മ KV ഗോവിന്ദൻ നമ്പി, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ E രവീന്ദ്രൻ, വൈസ് ചെയർമാൻ K കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ജനറൽ കൺവീനർ GK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായി വിഭവസമൃദ്ധമായ പയർ രുചിക്കൂട്ടൊരുക്കി GHSS ഉപ്പിലക്കൈ സ്കൂളിലെ കുട്ടികൾ. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായാണ് GHSS ഉപ്പിലിക്കൈ സ്കൂളിലെ കുട്ടികൾ വിഭവസമൃദ്ധമായ പയർ രുചിക്കൂട്ടൊരുക്കിയത്. ആഹാരത്തിന്റെ പ്രധാന വിഭവമായി പയർവർഗത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പയർ വിഭവങ്ങളുടെ രുചിയൂറും കലവറ തന്നെ ഒരുക്കിയത്. പരിപ്പ് പായസം, തുവരപ്പായസം, തുവരക്കറി, വെള്ളക്കടലക്കറി, വെള്ളപ്പയർ ഓലൻ, വൻപയർ പുഴുക്ക്, പരിപ്പുവട, ഗ്രീൻ പീസ് കറി, പരിപ്പ് കറി, മുതിര ചമ്മന്തി, ഉഴുന്നുവട, പയറുകഞ്ഞി, കർക്കിടക മാസത്തിലെ പ്രധാന വിഭവമായ ഉലുവക്കഞ്ഞി എന്നിവയാണ് കുട്ടികൾ തയ്യാറാക്കിയ വിഭവങ്ങളിലെ പ്രധാനികൾ. നിത്യജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിവെക്കപ്പെടുന്ന പയറുവർഗ്ഗങ്ങളിലെ ഭൂരിഭാഗവും രുചിക്കൂട്ടായെത്തിയപ്പോൾ അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പുതിയ അനുഭവമായി മാറി. പയറുവർഗ്ഗങ്ങൾ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയായി പരിപാടി മാറി. രുചിക്കൂട്ടുകളുടെ രുചിയറിയാൻ രക്ഷിതാക്കളും എത്തിയിരുന്നു. പയറു രുചിക്കൂട്ടൊരുക്കിയ 1ാം സ്ഥാനക്കാരനും 2ാം സ്ഥാനക്കാരനും സമ്മാനങ്ങൾ നൽകി. തുടർന്ന് പയറുവർഗ്ഗ ചെടികളെക്കുറിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് വീണ്ടും കഞ്ചാവ് വേട്ട. 3.5 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. വരമ്പത്ത് കൂലി എന്നത് CPM-ന്റെ മാത്രം നയമാണോ എന്ന് കോടിയേരി വ്യക്തമാക്കണമെന്ന് BJP നേതാവ് V മുരളീധരൻ. LDF സർക്കാർ സമസ്ത മേഖലയിലും തികഞ്ഞ പരാജയമാണെന്ന് മുരളീധരൻ. അതിവേഗ റെയിൽപാത, ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ. ഇനി ആരും ഇരുട്ടിൽ കഴിയരുത്. വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ വെളിച്ചമെത്തിക്കുക എന്ന ദൗത്യവുമായി KSEB. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികൾ. പണിമുടക്കിൽ പങ്കെടുക്കാതെ CITU. വ്യാജ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും യഥേഷ്ടം നിർമ്മിച്ചു നൽകുന്നത് കാഞ്ഞങ്ങാട്ടെ ട്രാവൽ ഏജൻസിയുടെ മറവിൽ. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ത്രികോണ മത്സരം നടക്കുന്ന ഉദുമയിലെ ഫലം പ്രവചനാതീതം. ഇതോടെ ഇന്നത്തെ KCM മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCM മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergod channel.com.